ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരു മാസത്തോളം കേടാകാതെ സ്റ്റോർ ചെയ്യാനും പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടി നിങ്ങൾക്ക് റേഷൻ ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. റേഷൻ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊന്ന് അരിച്ചിട്ടെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ നല്ല നേർത്ത റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊരല്പം തടിപ്പുള്ള റവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഇതിലേക്ക് എരിവിന് പാകത്തിന് 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ആദ്യം ഇവിടെ 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എരിവിന് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 3/4 ടീസ്പൂണോളം ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് വറുത്ത നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നിലക്കടല ഒന്ന് മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ഒന്ന് നന്നായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് നന്നായി മൂപ്പിച്ചെടുത്തിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാകും. ഇതാദ്യം ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യാം. ചൂടായിട്ടുള്ള എണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൈ ഉപയോഗിക്കാതെ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ആ ഒരു എണ്ണ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് ഞെരടി യോജിപ്പിച്ച് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ കൈ ഉപയോഗിച്ച് ഞെരടി യോജിപ്പിക്കുമ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞ് എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുറച്ച് കുറച്ചായി വെള്ളം ചേർത്ത് നമുക്കിതിവിടെ കുഴച്ചെടുക്കാം. ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടല്ല നമുക്ക് വേണ്ടത്. ഒരു സെമി സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഈ ഒരു രീതിക്ക് ഞാനിവിടെ കൂട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുഴച്ചെടുക്കാനായിട്ട് എനിക്ക് ആവശ്യമായിട്ട് വന്നത് ഏകദേശം 3/4 കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ്. ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിരുന്നു. ഇത്രയും വെള്ളം അതിൽ ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം നമ്മൾ എപ്പോഴും കുറച്ച് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവും. ഇതുപോലെ കൂട്ട് നന്നായി റെഡിയായി വന്നതിന് ശേഷം ഒരു 1 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുക്കുക. കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 മിനിറ്റോളം നന്നായിട്ട് തന്നെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഒരു സെമി സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തോളം ഞാൻ റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ട് ഒന്നും കൂടെ നന്നായിട്ട് നീഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള ഉരുളകളാക്കിയിട്ടാണ് ഞാനിവിടെ ആക്കിയെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ 4 ഉരുളകൾ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. അതിലൊരു ഉരുള എടുത്തതിന് ശേഷം നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് സാധാരണ പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ച് പരത്തിയെടുക്കണ്ട, എന്നാൽ ഒരുപാട് കനത്തിലുമല്ല. ഞാനിവിടെ കനം കാണിച്ചു തരുന്നുണ്ട് അവസാനം. ഇത് പരത്തിയെടുക്കുമ്പോൾ പലകയിൽ പറ്റിപ്പിടിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഗോതമ്പ് പൊടി ഡസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്നതിനേക്കാളും ഒരല്പം കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിലേക്ക് ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അത് പപ്പടം പോലെ പൊന്തി വരാനുള്ള സാധ്യതയുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ടേക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു പാത്രം ഉപയോഗിച്ച് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഫോർക്ക് ഉപയോഗിച്ച് കുത്തി കൊടുക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇത് ഞാനിവിടെ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
ആ ഒരു പാത്രത്തിൽ എത്രയാണോ കൊള്ളുന്നത് അതിന് പാകത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇതുപോലെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് എണ്ണയുടെ മുകളിലേക്ക് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും. അതിനുശേഷം നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു എണ്ണയുടെ തുള്ളലൊക്കെ നല്ലപോലെ തന്നെ മാറി വന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ 1 മാസത്തോളം കേടാകാതെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികളുടെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനായാലും ചായയുടെ കൂടെ കഴിക്കാനായാലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.